ഇത്രയും വായിട്ടടിക്കേണ്ട കാര്യമല്ലോ. എല്ലാവരും വീർപ്പിച്ചല്ലോ ഇയാൾ റിയൽ മൈൻഡ് ഗെയിമർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 21 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ സീസൺ 2 തൊട്ടുള്ള പ്രേക്ഷകൻ എന്ന നിലയിൽ ചില വീഡിയോസ് ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഫണ്ണി ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതിന്റെ പേര് പറയുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡർ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ അനീഷാണ്. അനീഷ് ഈസ് എ പെർഫെക്റ്റ് റിയൽ മൈൻഡ് ഗെയിമർ ഇൻ ബിഗ് ബോസ് സീസൺ 7. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആദ്യം വന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുള്ളിക്കാരൻ ആദ്യം വന്നപ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, ഭയങ്കര ഭീകരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സീനാക്കി. അങ്ങനെ തന്നെ പറയും, ഞാൻ അങ്ങനെ തന്നെ പറയും, അങ്ങനെ കളിക്കേണ്ട കാര്യമില്ല ഷാനവാസേ എന്നൊക്കെ പറഞ്ഞ് വൻ സീൻ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചു ഇയാളെ എന്തോന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കിടന്ന് വായിട്ടടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ, അയ്യോ ഇത് എന്തിനാണ്, ഇത് എല്ലാവരും വീർപ്പിച്ചല്ലോ ഇയാൾ. പക്ഷെ അതിനുശേഷം അയാൾ കുറെ സൈലന്റ് ആവാൻ തുടങ്ങി. സൈലന്റ് ആയതിനു ശേഷം പുള്ളി വീക്കെൻഡിൽ എവിക്ഷന് വന്നതിന് ശേഷം ലാലേട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു. ലാലേട്ടൻ പറയുന്ന ഓരോ വാക്കുകൾ അയാൾ മനസ്സിലാക്കി. കാരണം ലാലേട്ടനാണ് പുറത്തുള്ള പ്രേക്ഷകരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഇൻഡയറക്ട്ലി അവിടുത്തെ കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരാൾ. സോ ബിഗ് ബോസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപദേശിക്കേണ്ട അടുത്ത് ഉപദേശിച്ചു. വളരെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് പുള്ളി പറയുന്നത്. ഇത്രയും കീറി മുറിച്ച് ക്ലിയർ ആയിട്ട് പുള്ളി പറയും എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ആസ് എ പേഴ്സൺ പുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ചിരി വളരെ നിഷ്കളങ്കമായ ഒരു ചിരിയാണ്. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പുള്ളി എത്തി. പുള്ളി ഒത്തിരി പ്ലാൻ ചെയ്ത പോലെ തന്നെ ഗെയിം പുള്ളി കളിക്കുന്നുണ്ട്. പുള്ളി ആദ്യം തന്നെ അത്രയും അഗ്രസീവ് കാണിച്ചത് അവിടെ നിന്ന് വേറിട്ട് നിൽക്കാനാണ്. അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വന്നതല്ല, ഗ്രൂപ്പിസം ഉണ്ടാക്കി കളിക്കാൻ വന്നതല്ല. ഇൻഡിവിജ്വൽ ആയിട്ട് തന്റെ വ്യക്തിത്വം കാണിച്ചുകൊണ്ട് തന്നെ അവിടെ ഗെയിം കളിക്കണമെന്ന് പുള്ളിക്ക് ഒരു വാശിയുണ്ട്. അത് പുള്ളി അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അനീഷ് ഈസ് എ വെരി ഗുഡ് ഗെയിമർ. ഐ സപ്പോർട്ട് അനീഷ്. ഐ സ്ട്രോങ്ലി സപ്പോർട്ട് അനീഷ്.